അഥർവയും ഭാര്യയും 2 മക്കളും അടങ്ങുന്ന ഒരു കുടുംബം. അതിൽ അഥർവയുടെ മകളുടെ പേരാണ് ആര്യ. ഇവർ വെക്കേഷൻ ആയപ്പോഴോ ഫാം ഹൗസിലേക്ക് പോകുവാനായിട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ വെച്ച് ഒരു ഹോട്ടൽ ഫുഡ് കഴിക്കുവാനായും കയറും. എന്നാൽ പൈസ കൊടുക്കുവാൻ നേരം ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് 10 രൂപ കൊടുത്ത് സഹായിക്കുന്നത് പ്രതാപ് എന്നൊരാളായിരുന്നു. ഈ പ്രതാപ് എന്നിട്ട് അവരുടെ അടുത്തേക്ക് അങ്ങ് ഇടിച്ചു കയറി സംസാരിക്കും. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ആരും അറിയാതെ തന്റെ കയ്യിൽ കരുതിയിരുന്ന കുറച്ച് പഞ്ചസാര ആര്യയെ കൊണ്ട് കഴിപ്പിക്കുന്നു. സത്യത്തിലത് ആര്യയെ വശീകരിക്കുവാൻ വേണ്ടി ചെയ്തതായിരുന്നു. അതൊന്നും അറിയാതെ ആര്യ അതങ്ങ് കഴിക്കും. എന്നിട്ടവർ ഫാം ഹൗസിലേക്ക് വന്ന സമയത്തോ അവരെ ഫോളോ ചെയ്ത് പിന്നാലെ പ്രതാപം ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിലേക്ക് അങ്ങ് കയറി ചെല്ലുകയാ ചെയ്തത്. മാത്രവുമല്ല, അയാൾ പറയുന്നതെല്ലാം ആര്യ അനുസരിക്കുന്നു. ഇതെല്ലാം പ്രതാപും ഭാര്യയും അയാളുടെ മകനും നോക്കി നിൽക്കുകയാണ് ചെയ്തതും. മാത്രവുമല്ല, അയാൾ എന്തൊക്കെ ചെയ്യാൻ പറയുന്നോ അതെല്ലാം ആര്യ ചെയ്യുന്നല്ലോ. അവളോട് ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കുന്നു, കരയാൻ പറയുമ്പോൾ കരയുന്നു, തേയില വാരി തിന്നാൻ പറയുമ്പോഴോ അതും അവൾ ചെയ്യുന്നു. മാത്രവുമല്ല, അവളുടെ അനിയനെ ടെറസിന് മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിടുവാനായിട്ടും പ്രതാപ് പറഞ്ഞു. അതുപോലെ ആര്യ ചെയ്തു. ആര്യ തന്റെ സഹോദരനെ ടെറസിൽ നിന്നും താഴേക്കിട്ടതിൽ ആ പയ്യന് കുറച്ച് പരിക്ക് പറ്റിയിരുന്നു. ഉടനെ തന്നെ അഥർവയുടെ വൈഫാണെങ്കിലോ മകനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. ആ തക്കം നോക്കി പ്രതാപ് ആര്യയും കൂട്ടി തന്റെ താവളത്തിലേക്ക് പോകുന്നു. അവിടെ എന്തൊക്കെയോ ദുർമന്ത്രവാദം നടക്കുകയായിരുന്നു. ആര്യ പോലെ തന്നെ ഒരുപാട് പെൺകുട്ടികളും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പ്രതാപിനെ ഫോളോ ചെയ്ത് അഥർവയും അവിടെ എത്തുന്നുണ്ട്. മകനെ ഹോസ്പിറ്റലാക്കിയിട്ട് ഭാര്യയും എത്തുന്നുണ്ട്. മന്ത്രവാദം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയ അഥർവയാണെങ്കിലോ പ്രതാപിന്റെ നാവറുത്ത് കളഞ്ഞു. അഥർവ പ്രതാപിന്റെ നാവറുത്തതോടുകൂടി പ്രതാപിന്റെ ദുർമന്ത്രവാദം അവിടെ അവസാനിച്ചു. പ്രതാപ് ഒരുപാട് പെൺകുട്ടികളെ വശീകരിച്ച് വെച്ചിരിക്കുകയാണല്ലോ. ആ നാവറുത്തതോടുകൂടി ആ പെൺകുട്ടികളെല്ലാം വശീകരണത്തിൽ നിന്നും മുക്തി നേടി. പക്ഷേ ആര്യ മാത്രം മുക്തയായില്ല. എന്നാൽ ഈ പ്രതാപിനെ അഥർവയാണെങ്കിലോ അവനെ ബന്ധിക്കുകയും ഒരു തടങ്കലിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുകയും ചെയ്തു. പ്രതാപിനെ ബന്ധിച്ചുവെങ്കിലും പ്രതാപിന്റെ വശീകരണത്തിൽ നിന്നും ആര്യ മുക്തയായില്ല. അവൾ എപ്പോഴും ഒരു മൂലയിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു.